അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം തലശ്ശേരി ജവഹർ കൾച്ചറൽ ഫോറം സംഘടിപ്പിക്കുന്ന അനുസ്മരണ സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. ഈ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് ജവഹർ കൾച്ചറൽ ഫോറത്തിൻ്റെ ചെയർമാൻ കെ ശിവദാസൻ അവറുകളാണ്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ ഈ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാറിൻ്റെ 3ാം ചരമവാർഷിക ദിനമാണ് മിനിഞ്ഞാന്ന് 18-ാം തീയതി കടന്നുപോയത്. കഴിഞ്ഞ 2 തവണയും ആദ്യത്തെ തവണ ബഹുമാന്യനായ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, കഴിഞ്ഞ തവണ ശ്രീ ചാണ്ടി ഉമ്മൻ ആണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ഇത്തവണ ശ്രീ ആര്യാടൻ ഷൗക്കത്ത് ഉദ്ഘാടനം ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്നലെ രാത്രി വരെ അദ്ദേഹം ഫോണിൽ വിളിക്കുകയും അദ്ദേഹത്തിൻ്റെ തിരുവനന്തപുരത്തേക്കുള്ള റിട്ടേൺ ടിക്കറ്റ് നമ്മളെടുത്ത് കൈവശം വെച്ചിരിക്കുകയാണ്. ശ്രീ ആര്യാടൻ ഷൗക്കത്തിനെ ക്ഷണിച്ചതിൻ്റെ പ്രധാന കാരണം അദ്ദേഹത്തിൻ്റെ വന്യനായ പിതാവ് ആര്യാടൻ മുഹമ്മദും ശ്രീ ഉമ്മൻചാണ്ടി സാറുമായുള്ള ഒരു വൈകാരികമായ ബന്ധം, അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ കെമിസ്ട്രി എന്ന് പറയുന്ന രീതിയിൽ ബന്ധമുള്ള സൗഹൃദമുള്ള കേരള രാഷ്ട്രീയത്തെ നിയന്ത്രിച്ചിരുന്ന പ്രധാനപ്പെട്ട 2 പേരായിരുന്നു ശ്രീ ആര്യാടൻ മുഹമ്മദും ശ്രീ ഉമ്മൻചാണ്ടി സാർ. ഭാഗ്യവശാൽ ഈ 2 പേരുടെയും മക്കൾ ഇന്ന് നമ്മുടെ നിയമസഭയിൽ അംഗങ്ങളാണ്. അതുകൊണ്ടാണ് ശ്രീ ആര്യാടൻ ഷൗക്കത്തിനെ തന്നെ ഈ പരിപാടി ക്ഷണിച്ചിട്ടുള്ളത്. ഇത്തവണ UDF-ന് 62 MLA-മാരുണ്ട്. ആരെ വിളിക്കണം എന്നിങ്ങനെ സംശയിച്ചാണ് ഈ പേരിൽ എത്തിച്ചേർന്നത്. എനിക്ക് പറയാനുള്ളത്, ഉമ്മൻചാണ്ടിയുടെ പേരിലൊരു പരിപാടി നടത്തുമ്പോൾ ആ പരിപാടിയിൽ എത്താനുള്ള മിനിമം മര്യാദ എത്ര വലിയ തമ്പുരാനായാലും ഉണ്ടായിരിക്കണം എന്നാണ് എനിക്ക് പറയുന്നത്. അവർക്ക് വേറെ എന്തെങ്കിലും അസൗകര്യമുണ്ടെന്ന് പറഞ്ഞാൽ ആ അസൗകര്യവും ആ തമ്പുരാനും ഒന്നും വകവെച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു സ്വഭാവക്കാരനല്ല ഞാനും സുഹൃത്തുക്കളും എന്ന് പറയാൻ അസൗകര്യം. എന്ത് തിരക്കാണ് ഇവർക്കുള്ളതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അത്തരം നാട്യങ്ങളും അഭിനയങ്ങളും ഈ നേതാക്കന്മാർ അവസാനിപ്പിക്കണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. കൂടുതലൊന്നും ഞാൻ ഇവിടുന്ന് പറയുന്നില്ല, പറഞ്ഞാൽ ഏറിയായിരിക്കും. അങ്ങനെ ആരെങ്കിലും പ്രതീക്ഷിച്ചിട്ടോ ഏതെങ്കിലും തമ്പുരാൻ്റെ മുന്നിൽ തലകുനിഞ്ഞു നിന്നിട്ടോ അടിമത്വം സ്വീകരിച്ചോ ഒന്നും രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ആകാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല ഞാനെന്ന് ഈ തമ്പുരാനോട് പറയേണ്ടവർ പറയണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കണം. ശ്രീ ഉമ്മൻചാണ്ടി സാർ, നമുക്കറിയാം, അദ്ദേഹം വികസനത്തോടൊപ്പം കരുതലും കൂടെ പ്രവർത്തന രീതിയിൽ കൊണ്ടുവന്ന നേതാവാണ്. വ്യക്തിപരമായി വലിയ സൗഹൃദമുള്ള ഒരാളായിരുന്നു ഞാൻ. അദ്ദേഹത്തെ UDF കൺവീനറായിരിക്കുമ്പോഴാണ് ഞാൻ പരിചയപ്പെട്ടത്. കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി കണ്ണൂരിൽ അദ്ദേഹം വരുന്ന പരിപാടിയിലെ അധ്യക്ഷനായിരുന്നു. അന്നാണ് ഞാൻ ശ്രീ ഉമ്മൻചാണ്ടി സാറിനെ ആദ്യമായിട്ട് കാണുന്നത്. പിന്നീട് അദ്ദേഹം ധനകാര്യ വകുപ്പ് മന്ത്രിയായി. ഞാൻ ഒരു ശുപാർശയായിട്ടാണ് അന്ന് അദ്ദേഹത്തെ കാണാൻ ആദ്യമായിട്ട് പോകുന്നത്. എനിക്ക് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൻ്റെ നൂലാമാലകളെക്കുറിച്ചോ കയറിപ്പോകാനുള്ള വഴികളെക്കുറിച്ചൊക്കെ വലിയ വിവരമില്ല. തലശ്ശേരിയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കോൺട്രാക്ടറുടെ പറയുന്നതിലേക്ക് യാതൊരു മടിയുമില്ല. ഒരു ചെക്കിൻ്റെ അല്ല ഡ്രാഫ്റ്റിൻ്റെ മാറുന്നതിന് വേണ്ടിയാണ് ഞാൻ അദ്ദേഹത്തെ കാണാൻ പോകുന്നത്. സ്വാഭാവികമായിട്ട് ആ സമയത്ത് ഇത് നടക്കില്ല. കാരണം ഓവർ ഡ്രാഫ്റ്റ്, ചെക്ക് പ്രശ്നം എല്ലാം ആയിട്ട് ട്രഷറി ബാനുള്ള സമയമാണ്. ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയി. ദൂരെ നിന്ന് അദ്ദേഹം എന്നെ കാണുകയായിരുന്നു.
അതേപോലെ PA RK ബാലകൃഷ്ണൻ വെച്ച ഒരു കണ്ണൂരിൽ നിന്നൊരു പയ്യൻ അവിടെ ദൂരത്ത് നിൽക്കുന്നുണ്ട്, അയാളോട് എന്നെ ഒന്ന് കാണാൻ പറഞ്ഞു. ഞാൻ കാണാൻ പോയി, സംഭവം ചോദിച്ചു എന്നോട്, വിഷയമെല്ലാം ഞാൻ പറഞ്ഞു. അപ്പം എന്നോട് ചോദിച്ചു, ഇതൊന്നും ഇപ്പം നടക്കില്ല എന്നറിയില്ലേ ശിവദാസനെങ്ങനെ ധൈര്യത്തിൽ വന്നത്? ഞാൻ എൻ്റെ അവസ്ഥ വിവേചിച്ചു. ഞാൻ കല്യാണമെല്ലാം കഴിച്ച സമയം വലിയ പ്രയാസത്തിലായിരുന്നു. ഈ പ്രയാസം ഉമ്മൻചാണ്ടി സാറിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൂടെ? അദ്ദേഹം ആ ട്രഷറി ബാനും കാര്യവും നോക്കാതെ എൻ്റെ ശുപാർശ നടപ്പിലാക്കിയായിരുന്നു. അന്ന് തുടങ്ങിയതാണ് അദ്ദേഹവുമായുള്ള എൻ്റെ ബന്ധം. ആ ബന്ധം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് അസുഖമായി ബാംഗ്ലൂരിൽ കിടക്കുമ്പോഴും അദ്ദേഹത്തിനെ കാണാൻ ഞാൻ പോയി. അപ്പോഴും ആ മനുഷ്യൻ എൻ്റെ കൈ പിടിച്ചു, സൗഹൃദം പങ്കിട്ടു എന്നതാണ് വസ്തുത. എപ്പോൾ യാത്ര ചെയ്യുമ്പോഴും ഈ തലശ്ശേരി എന്നെ വിളിച്ച് അറിയിച്ചു വരും. ഞാനൊരു നേതാവായിരുന്നില്ല, പക്ഷേ അദ്ദേഹത്തിന് ഇഷ്ടമുള്ളൊരു പ്രവർത്തകനായിരുന്നു. അങ്ങനെ വൈകാരികമായി ഒട്ടേറെ അടുപ്പമുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി വലിയ സൗഹൃദം ഞാൻ കാത്തു സൂക്ഷിക്കുക. പറയാൻ ഒട്ടേറെ കാര്യങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് എനിക്കുണ്ട്. എല്ലാം നിങ്ങളോട് പറഞ്ഞാൽ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നത്. ടീച്ചറുടെ 52 കൗൺസിലർമാരുണ്ട് നഗരസഭയിൽ. ഞാൻ ഒരു ടേം കൗൺസിലറായിരുന്നതാണ്. ഞാൻ കൗൺസിലർമാരെ കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരാളെന്ന് കരുതുന്നു. ആ കൗൺസിലർമാരുടെ പെർഫോമൻസ് മാധ്യമ സുഹൃത്തുക്കൾ വഴിയും അല്ലാതെയും അന്വേഷിച്ച് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം പ്രതിപക്ഷ കൗൺസിലറാണ്, മുസ്ലിം ലീഗിൻ്റെ കൗൺസിലറാണ്. നമ്മുടെ 3 കൗൺസിലർമാരുണ്ട്. പക്ഷെ അതിലെല്ലാം മെച്ചപ്പെട്ട പ്രവർത്തനം നടത്തുന്ന, വാർഡിൻ്റെ താല്പര്യത്തിനപ്പുറം മുനിസിപ്പാലിറ്റിയുടെ പൊതുവായ വികസന താല്പര്യങ്ങൾ രാഷ്ട്രീയമായി ശക്തി കുറഞ്ഞതാണെങ്കിലും UDF ഭൂരിപക്ഷമുള്ള ഇടതുപക്ഷത്തിന് ശക്തി കൂടുതലാകുന്നത്. തങ്ങളുടെ കാര്യങ്ങൾ മുനിസിപ്പൽ കൗൺസിലിൽ സദയം പറയാൻ ധീരത കാണിക്കുന്ന നൂറ ടീച്ചർ 52 കൗൺസിലർമാരിൽ ഏറ്റവും മെച്ചപ്പെട്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ കൗൺസിലർമാരെ വിലയിരുത്തുമ്പോൾ നൂറ ടീച്ചറെ തെരഞ്ഞെടുത്തതിൽ അഭിപ്രായ വ്യത്യാസമുള്ള ആളുകളുണ്ടായി. ഞാൻ ചോദിച്ചു, എന്താ അഭിപ്രായ വ്യത്യാസം? ഞാൻ പറഞ്ഞ അവിടെ കൗൺസിലർമാരിൽ എനിക്ക് 2ാമത്തെ കൗൺസിലറായി തോന്നിയത്, ബോധിക്കുന്ന കൗൺസിലറായി തോന്നിയത് SDPIയുടെ റഹീമാണ്. 1ാമത് ലീഗിൻ്റെ കൗൺസിലറും 2ാമത് SDPIയുടെ റഹീമാണെന്ന് എൻ്റെ വിലയിരുത്തലുള്ള സംഘടനയുടെ വരെ. അതിനകത്ത് രാഷ്ട്രീയമില്ല, വ്യക്തിപരമായ താല്പര്യമില്ല. ഞാൻ നൂറ ടീച്ചറേയും കണ്ടത് ഈ അടുത്ത ദിവസം അവരുടെ ഭർത്താവിൻ്റെ കൂടെ ബൈക്കിൽ പോകുമ്പോൾ ഈ ടീച്ചർ നൂറ ടീച്ചർ ആരാധന കണ്ടത്. പക്ഷെ മനസ്സിലാക്കിയതാണ്. അപ്പം അവിടെ പ്രവർത്തനങ്ങളെ അംഗീകരിക്കണമെന്ന് എനിക്ക് തോന്നിയത്, നാളെ അവർ കൂടുതൽ ശക്തമായി ഒരു നഗരസഭ അംഗമായി പ്രവർത്തിക്കാൻ, പൊതുപ്രവർത്തകയായി വളരാൻ പ്രചോദനമാവട്ടെ എന്ന് ധരിച്ചാണ് അവരെയും ഈ ചടങ്ങിൽ നമ്മൾ അഭിനന്ദിക്കാൻ തീരുമാനിച്ചത്. അവർക്കും എല്ലാ ഭാവങ്ങളും. പിന്നെ തലശ്ശേരിയുടെ സാംസ്കാരിക ഒരു പ്രശാന്ത് പട്ടൻ, ഞാൻ അടുത്ത ദിവസം അദ്ദേഹത്തിൻ്റെ ചിത്രം കണ്ടത് കൊട്ടിയൂരെ പരിപാടിയുടെ സമാപനവുമായി ബന്ധപ്പെട്ട ആന തിരിച്ചു പോകുന്നൊരു ചിത്രവും ഇതൊക്കെയായി അദ്ദേഹം നടത്തിയിട്ടുണ്ട്. പ്രശാന്ത് എനിക്ക് തോന്നുന്നു ഈ അവാർഡൊക്കെ കൊണ്ടുവെക്കാൻ സ്ഥലമില്ലാത്ത രീതിയിൽ അപ്പോൾ അത്തരം പ്രശാന്ത് നമ്മുടെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ശ്രീ പട്ടനാരായണത്തിൻ്റെ മകനാണ്. അദ്ദേഹത്തെ പോലെ ആളുകളെ നമ്മളെ അഭിനന്ദിക്കുന്നുണ്ട്. ഏത് സമയത്ത് നമ്മുടെ MLA എത്തുന്ന അറിയാത്തതുകൊണ്ട് ബഹുമാനായ ഉമ്മൻചാണ്ടിയെ കുറിച്ച് നല്ല മാത്രം പറയാൻ കഴിയുന്ന ഫോറത്തിൻ്റെ പ്രസിഡന്റായ ശിവദാസൻ സാറ്, അതുപോലെ വേദിയിലിരിക്കുന്ന ആദരിക്കപ്പെടുന്ന മറ്റേ പ്രേമാനന്ദ സ്വാമിജി, അതുപോലെ തന്നെ ദാസൻ പുത്രത്ത് സാറ്, കൗൺസിലർ, വേദിയിലിരിക്കുന്ന പ്രമുഖരെ, അതുപോലെ ഇവിടെ കൂടി വന്നിരിക്കുന്ന പ്രിയപ്പെട്ട ജനങ്ങളെ, വാസ്തവത്തിൽ ഉമ്മൻചാണ്ടി സാറിൻ്റെ അനുസ്മരണമാണ് 3ാം വാർഷികമാണ് എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്കും അങ്ങനെ വരാതിരിക്കുന്നത് ശരിയല്ല എന്ന് മനസ്സിലായതും അദ്ദേഹത്തെ നേരിട്ടറിയുന്ന
എനിക്ക് ഏക ഒരു മുഖ്യമന്ത്രി ഉണ്ടെങ്കിൽ അത് ഉമ്മൻചാണ്ടി സാറാണ്. ബാക്കിയുള്ളവരൊന്നും നേരിട്ട് അധികമായിട്ട് അറിയുകയില്ല. പക്ഷെ അവരറിയും. ഞാൻ സെക്രട്ടേറിയറ്റിൽ ഡെപ്യൂട്ടി കമ്മീഷണറായിട്ടുള്ള സമയത്ത് ഇവരെയൊക്കെ പരിചയപ്പെടാൻ സാധിക്കും എന്നുള്ളത് കൊണ്ട് അവരെയൊക്കെ അറിയും. അത് കഴിഞ്ഞിട്ടാണ് സെക്രട്ടറിയിൽ നിന്നൊക്കെ റിട്ടയർ ചെയ്തിട്ടാണ് ഞാൻ ഈ പിന്നെ അച്ചമ്പട്ടം എടുത്തത്. അതിന് ശേഷമാണ്. അതുകൊണ്ട് ഇവരെ അറിയുന്ന കാര്യമാണ്. ഞാൻ ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ തന്നെ അദ്ദേഹത്തെ മറക്കാൻ കഴിയാത്ത ഒരു സംഗതിയുണ്ട്. മറക്കാനേ കഴിയില്ല. ഞാനവിടെ അദ്ദേഹത്തിന് വീട്ടിൽ പോകാറുണ്ടായിരുന്നു. പല പ്രാവശ്യവും അദ്ദേഹത്തിനെ കാണുവാനൊക്കെ പോകാറുണ്ടായിരുന്നു. കാരണം പുതുപ്പള്ളിയിൽ പല കാര്യത്തിന് വേണ്ടി ഞാൻ പോകുമ്പോൾ ഒരു ദിവസം ഞാൻ അവിടെ പോയി. അപ്പോൾ നിറയെ ആളുണ്ട് അവിടെ. നിറയെ ആൾക്കാർ വിസിറ്റ് ചെയ്യാൻ അദ്ദേഹത്തെ കാണുവാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ കാണുവാനായിട്ട് വന്നിരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു, എന്താ ഇത് ഇത്ര ആൾക്കാരുടെ ഈ സമയത്ത് രാവിലെ കാണുവാൻ സാധിക്കുമോ? രാവിലെയാണ് ഞാനവിടെ എത്തുന്നത്. സാധിക്കുമോ എന്ന് ഞാൻ വിചാരിച്ചു. എങ്ങനെ സാധിക്കും? ഈ ഇത്രയും ജനങ്ങളെ എങ്ങനെയാണ് അദ്ദേഹം ഡിസ്പോസ് ചെയ്യുക? അദ്ദേഹത്തിനടുത്ത് ഒരു കാര്യം പറയാനാണല്ലോ ജനങ്ങൾ വരുന്നത്. എങ്ങനെ ഡിസ്പോസ് ചെയ്യും ഇവരൊക്കെ എന്ന് ഞാൻ ധരിച്ചു. ഞാനവിടെ ഒരു ഭാഗത്ത് ഉണ്ടാകാതെ ഇരുന്നു. എന്താ അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്ന് ഓർത്തിട്ട് പുള്ളി വന്ന് ഓരോരുത്തരടുത്തും വന്ന് കള്ളാസ് വാങ്ങുന്നു, അത് പറഞ്ഞു കൊടുക്കുന്നു. എല്ലാവർക്കും തൃപ്തരായിട്ടാണ് അവർ പോകുന്നത്. അതാണ് അവരുടെ മുഖം ഞാൻ നോക്കിയത്. തൃപ്തരായിട്ട് കടന്നു പോകും. എല്ലാവരെയും ഡിസ്പോസ് ചെയ്യുന്ന വളരെ കാര്യമായ ഒരു ഉമ്മൻചാണ്ടി സാറിനെ ഞാൻ കണ്ടിട്ടേ ഇല്ല ഇതുവരെ. വേറൊരു മുഖ്യമന്ത്രിമാരില്ല, ആരെയും കണ്ടിട്ടില്ല. പക്ഷെ ഇതെന്തായിരുന്നു എന്ന് വെച്ചാൽ, ഇങ്ങനെ കഴിഞ്ഞു കുറേ എത്തിയപ്പോഴാണ് അദ്ദേഹത്തിന് ഓർമ്മ, ഓ ഇന്ന് എനിക്ക് കൊടി ഉയർത്തണമല്ലോ. അന്ന് സ്വാതന്ത്ര്യദിനമാണ്. കൊടി ഉയർത്തണം പത്തനംതിട്ടയിൽ. എന്ത് ചെയ്യും നോക്കി അദ്ദേഹം വേഗം ഉള്ളിൽ പോയി. അദ്ദേഹത്തിൻ്റെ പിന്നെ ഇത് വലിച്ചെടുത്തിട്ട് നോക്കുകയാണ്, കളർ ഷർട്ട് ഉണ്ടോ? കളർ ഷർട്ട് എങ്ങനെയോ ഒന്നിട്ടു. ഞാൻ ആ പുറത്തു റൂമിൽ നിന്ന് കാണുന്നുണ്ട് ഇതൊക്കെ. ഞാനായതുകൊണ്ട് പ്രശ്നമില്ല. നോക്കുമ്പോൾ എന്താണ്, ഇങ്ങനെ ഇട്ടിട്ട് കരിമ്പനടിച്ച ആ ഫുൾ കതർ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, സാറ് ഇതും കൊണ്ട് എങ്ങനെ കൊടിയുയർത്തുമ്പോണ്ടേ അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. പോക എൻ്റെ അടുത്ത് പറഞ്ഞു, പോകാന്നാ. ഞാൻ അപ്പോൾ തിരുമേനി നമ്മുടെ ബിഷപ്പ് അവിടെ ഉണ്ട്, കൂടെ വന്നതാണ് എൻ്റെ കൂടെ. അപ്പോൾ ഞാൻ പറഞ്ഞു, തിരുമേനി അവിടെ ഇരിക്കട്ടെ, പോകാന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു പോയി. അങ്ങോട്ട് പോയി നാട്ടിൽ കുറച്ച് അവിടെ എത്തുമ്പോൾ ആ മണ്ഡലം പ്രസിഡന്റ് ഉണ്ട്. സുഖമായിട്ട് അയാളെ പിടിച്ച് ഇരുത്തി, നടുവിലിരുത്തി, എന്നെ ഇരുത്തി. ഞാനങ്ങനെ പോയി സുഖമായിട്ട് കരിമ്പനടിച്ച പിന്നെ എന്താണ് പിന്നെ വെള്ളക്കതർ കുപ്പായി വിട്ടിട്ട് ഏതായാലും കൊടി ഉയർത്താൻ പോകല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാനും കൊണ്ട് കയറിയിട്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പോണ്ട് ആ മണ്ഡലം പ്രസിഡന്റ് വിളിച്ചിട്ട്, ഇങ്ങോട്ട് വാ. ഞാൻ വിചാരിച്ചു, എന്ത് പറ്റി ഈ നമ്മുടെ ഉമ്മൻചാണ്ടി സാറിന് എന്ത് പറ്റിയത്? ഇങ്ങോട്ട് വേണം. അയാളുടെ കതർ ഷർട്ട് ഊരി അങ്ങോട്ട് എടുത്തിട്ട് ഇതങ്ങോട്ട് മാറ്റിയിട്ട് അയാളുടെ ഇട്ട് കൊടുത്തിട്ട് പറഞ്ഞ്, ഞാനിത് ഇട്ട് കൊടി ഉയർത്തിക്കൊള്ളാം. ഇത് സുഖമായിട്ട് ഞാൻ പോയി കൊടി ഉയർത്തി വന്നപ്പോഴാണ് സാക്ഷാൽ ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് അറിഞ്ഞത്. അതിന് വേണ്ടി ആ മിനിറ്റിന് ബുദ്ധി തോന്നിച്ചു എന്താ ചെയ്യേണ്ടതെന്ന്. വേറൊരു കുപ്പായം ഇട്ട് സുഖമായിട്ട് കൊടി ഉയർത്തി പത്തനംതിട്ടയിൽ ഒരു കൊടി ഉയർത്തിന് നല്ല ഗദർ ഷർട്ടാണ് ഇട്ടത്. അതുവരെ അങ്ങനെ മുടിയൊക്കെ കൂടിയില്ല, മുടി ചീക്കലില്ല, ഒന്നും ഇല്ലാത്തൊരു പുള്ളിയാണ് നമ്മുടെ മുഖ്യമന്ത്രി എന്ന് പറയാം. അങ്ങനെ വളരെ കാര്യമായിട്ട്
എനിക്ക് ഈ കാര്യം മറക്കാൻ പറ്റില്ല. കാരണം കൊടി ഉയർത്തലാണ്, 9 മണിയാകാൻ പോകുന്നു, എല്ലാവരും കാത്തു നിൽക്കുന്നു. എന്നിട്ട് ഇത് എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്യുന്നതെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു. പെട്ടെന്നാണ് ആ മണ്ഡലം പ്രസിഡന്റിനെ കണ്ട് ഇങ്ങനെയായത്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു മുഖ്യമന്ത്രിയാണ്. എന്ത് കാര്യമുണ്ടെങ്കിലും എൻ്റെ അനുഭവത്തിൽ തീർച്ചയായിട്ടും അത് നടക്കും, നടത്തി തരും. പറഞ്ഞു ഞാൻ അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോൾ തന്നെ ഞാൻ പോയിരുന്നു. എന്താ കാര്യം എന്ന് ചോദിച്ചു, എൻ്റെ അടുത്ത് സംഭവം കാണിച്ചു കൊടുത്തു. പെട്ടെന്ന് തന്നെ എപ്പോഴാണ് പോകണമെന്ന് ചോദിച്ചു. ഈ കണ്ണൂരിലേക്ക് ഇപ്പം മടക്കം ഞാൻ പറഞ്ഞു 5:30, അന്ന് 5:30ക്കാണ് ട്രെയിന്. 5:30 ട്രെയിനിൽ പോകണം, 3 മണിക്ക് വന്നോന്നത്. വന്ന് നോക്കുമ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്, സുഖമായിട്ട് അത് എടുത്തിട്ട് വന്നു. അങ്ങനത്തെ ഉള്ള ഒരു മുഖ്യമന്ത്രിയാണ്. ഞാനത് മറക്കാൻ കഴിയില്ല എന്ന് പറയാൻ കാരണം 3 വർഷമായിട്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മ നമ്മളുണ്ടാകും. ആരെങ്കിലും പരിചയമുള്ളവർ തീർച്ചയായിട്ടും അതേ അനുഭവമായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകുക എന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനത്തെ മനുഷ്യനാണ് അദ്ദേഹം. ഒരിക്കലും ആരെയും പിണക്കി വിടുന്ന പണിയേ ഇല്ല അദ്ദേഹത്തിന്, പിണക്കി വിടാറില്ല. നല്ലൊരു മുഖ്യമന്ത്രിയായിരുന്നു. 3ാം വാർഷികത്തിലും അദ്ദേഹത്തെ നമുക്ക് സ്മരിക്കാം, അത്രേ കഴിയുകയുള്ളൂ. രണ്ടാമതും അധികം തിരിച്ചു വരില്ലല്ലോ. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഓർമ്മ പുതുക്കിക്കൊണ്ട് ആ അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നുവെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. ശ്രീ കെ ശിവദാസ് ജി അവർക്ക് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് ആശീർവദിച്ച അഭിവന്ദ്യനായ ഫാദർ ഫ്രാൻസിസ് അവർക്ക് വേദിയിലും സദസ്സിലുമുള്ള വിവിധ പ്രസ്ഥാനങ്ങളുടെയും ആദരിക്കൽ ചടങ്ങിന് വിധേയമായവരുടെയും അതോടൊപ്പം അനുസ്മരണ ചടങ്ങിൽ പ്രഭാഷണങ്ങൾ നടത്തുന്നതിന് വേണ്ടിയും ഉള്ള വിവിധ പ്രസ്ഥാനങ്ങളുടെ സാരഥികളെ, ജവഹർ കൾച്ചറൽ സൊസൈറ്റിയുടെ ഭാരവാഹികളെ, ധാർമ്മിക ശ്രേഷ്ഠരെ, മാതൃകയായിരിക്കുന്ന ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി അവർകൾ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും ഒരുമിച്ച് കണ്ടുകൊണ്ടും ഗാന്ധിയൻ ദർശനങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുകയും തദ്വാര അത് ജനകീയ അടിസ്ഥാനത്തിലേക്ക് ആഴ്ന്നിറങ്ങിക്കൊണ്ട് ലളിതമായ ജീവിതത്തിലൂടെ ജനസേവനം നടത്തിക്കൊണ്ട് എന്തായിരിക്കണം ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ തുറന്ന പുസ്തകമായി പ്രവർത്തിക്കുകയും ചെയ്ത വലിയൊരു മഹത്തരമാണ് ശ്രീ ഉമ്മൻചാണ്ടി അവർകൾ എന്നുള്ളത് നമുക്കേവർക്കും അറിവുള്ള കാര്യമാണ്. ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം സമുദായങ്ങളെ ഏകീഭവിപ്പിക്കുന്നതിന് വേണ്ടിയും ലഹരി വസ്തുക്കളെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടിയും ഗ്രാമസ്വരാജ് എന്ന് പറയുന്നതായിട്ടുള്ള ഗാന്ധിയൻ ദർശനത്തെ വേണ്ട വിധത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഗ്രാമീണ മേഖലകളിൽ ശക്തമായ നിലയിലുള്ള പുരോഗതിയിലേക്ക് നയിക്കുകയും ചെയ്ത മഹാത്മാവാണ് ശ്രീ ഉമ്മൻചാണ്ടി അവർകൾ. കൂടുതലേക്ക് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലൂടെ ഉണ്ടാകുന്ന സംഘർഷങ്ങൾക്ക് അറുതി വരുത്തുന്നതിന് വേണ്ടിയുള്ള പ്രതികരിക്കൽ ശ്രീ ഉമ്മൻചാണ്ടിയിൽ നിന്നും പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. മാത്രവുമല്ല, എല്ലാ മതഗ്രന്ഥങ്ങളെയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള പഠനവും
അതോടൊപ്പം തന്നെ എല്ലാ മേഖലകളിലേക്കും ഇറങ്ങിത്തിരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന പ്രവർത്തന മേഖലയും മഹാബലിയുടെ നിസ്വാർത്ഥമായിട്ടുള്ള ഭരണത്തെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലും യേശുക്രിസ്തുവിൻ്റെയും നബി തിരുമേനിയുടെയും തത്വങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ബൗദ്ധ ദർശനത്തിലേക്കുമുള്ള വലിയ അഗാധമായ തലത്തിലേക്കായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി അവർകൾ പ്രവർത്തിച്ച് ജീവിച്ചത് എന്നുള്ളതാണ് നമുക്ക് യഥാർത്ഥത്തിൽ മനസ്സിലാക്കുവാനുള്ളത്. മുണ്ടകോപനിഷത്തിൽ പറയുന്നത് പോലെ സത്യമേവ ജയതേ എന്ന ദേശീയ മുഖമുദ്ര നല്ല രീതിയിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് ജീവിതത്തെ സത്യസന്ധമായി മുന്നിലേക്ക് ശിബി ചക്രവർത്തിയുടെ ഗന്ധിദേവന്റെ രീതിയിലേക്ക് അത് ഉയർത്തിക്കൊണ്ടുവന്നു എന്നുള്ളത് ചിന്തോദ്ദീപകമാണ്. ശ്രീനാരായണ ഗുരു രചിച്ച ദൈവദശകത്തിൻ്റെ ശതാബ്ദി 2014 ദേശീയ തലത്തിൽ ആചരിക്കുന്ന കാലഘട്ടത്തിൽ എല്ലാ സ്കൂളുകളിലും യൂണിവേഴ്സിറ്റികളിലും ഗവൺമെൻറ് സ്ഥാപനങ്ങളിലും അത് പ്രാർത്ഥനാ ഗീതമായി ഉൾക്കൊള്ളിച്ച് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി 2.5 ലക്ഷത്തോളം കോപ്പികൾ കേരള ഗവൺമെൻറ്റിൻ്റെ പബ്ലിക് റിലേഷൻസ് വകുപ്പ് തയ്യാറാക്കിയ ആ ദൈവദശകത്തിൻ്റെ കോപ്പി, അതായത് ദേശീയ മുഖമുദ്രയോടുകൂടി ശ്രീനാരായണ ഗുരുവിൻ്റെ ചിത്രത്തോടുകൂടി അതോടൊപ്പം തന്നെ അശോക ചക്രം പതിപ്പിച്ചുകൊണ്ട് സർക്കാർ മുദ്രയോടുകൂടി തന്നെ 14 കലക്ട്രേറ്റുകൾ മുഖാന്തിരം എല്ലാ ഗവൺമെൻറ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് എത്തിക്കുകയും ഈ സർവമത പ്രാർത്ഥന ആഴ്ചയിൽ 2 പ്രാവശ്യം അസംബ്ലി ചേരുമ്പോൾ ചൊല്ലണം എന്നുള്ളതും താലൂക്ക് ഓഫീസ്, വില്ലേജ് ഓഫീസ് ഉൾപ്പെടെയുള്ള എല്ലാ ഗവൺമെൻറ് ഓഫീസുകളിലും ഈ ശ്രീനാരായണ ഗുരുവിൻ്റെ ദൈവദശകത്തിൻ്റെ കോപ്പി പതിപ്പിച്ച് യൂണിവേഴ്സൽ പ്രയർ എന്ന് പറയുന്ന 104 ഭാഷകളിലേക്ക് ലോകരാഷ്ട്രങ്ങളിൽ ട്രാൻസ്ലേഷൻ ചെയ്യപ്പെട്ട മലയാളത്തിൽ ശ്രീനാരായണ ഗുരു രചിച്ച് അത് ഭാരതീയമായിട്ടുള്ള 41 ഭാഷകളും വിദേശമായിട്ടുള്ള 63 ഭാഷകളിലേക്കും ട്രാൻസ്ലേഷൻ ചെയ്യപ്പെട്ട മഹത്തായ കൃതിയെ ശ്രീ ഉമ്മൻചാണ്ടി അവർകളാണ് കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിൽ നല്ല ദേശീയ തലത്തിലുള്ള പ്രാർത്ഥനാ ഗീതമായി കൊണ്ടുവരുന്നതിനുള്ള ശ്രമം നടത്തിയത്. പക്ഷേ അത് പരാജയപ്പെട്ടു എന്നുള്ള ദുഃഖകരമായ അവസ്ഥയും നമുക്ക് ചിന്തോദ്ദീപകമാണ്. ഉമ്മൻചാണ്ടിയുടെ മകനായ ശ്രീ ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്ന നല്ലൊരു ശ്രീനാരായണീയനായി പ്രവർത്തിച്ച് ശിവഗിരി തീർത്ഥാടനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ശ്രീനാരായണ ഭക്തനായി തന്നെ ആ മഹാത്മാവ് ഇന്നും നമ്മുടെ ഇടയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട നല്ല രീതിയിലുള്ള MLA ആണ്. നമുക്ക് ശ്രദ്ധിക്കേണ്ടത് എന്ന് പറയുന്നത് ചാണ്ടി ഉമ്മനെ കുറിച്ച് രാഷ്ട്രീയ പ്രവർത്തകർ പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. കാരണം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ അസംബ്ലി പാർലമെന്റ് തെരഞ്ഞെടുപ്പുകൾക്ക് വേണ്ടിയിട്ട് ചെലവഴിച്ച് വളരെയധികം പോസ്റ്ററുകളും കാര്യങ്ങളും എല്ലാം നടത്തി പ്രചരണങ്ങളും എല്ലാം നടത്തി കള്ള റെക്കോർഡുകൾ ഉണ്ടാക്കിക്കൊണ്ട് തന്നെ അത് ചെലവ് ചുരുക്കിക്കൊണ്ട് കാണിക്കുകയും ചെലവ് ഭൂരിപക്ഷമാക്കി മാറ്റുകയും ചെയ്തിരിക്കുന്നതായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്കും നേതൃത്വങ്ങൾക്കും മാതൃകയായിട്ടുള്ളതാണ് ശ്രീ ചാണ്ടി ഉമ്മൻ എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു നോക്കണം. അങ്ങനെ സൈക്കിളിൽ ചവിട്ടിക്കൊണ്ട് ഓരോ ഗ്രാമാന്തരങ്ങളിലൂടെയും സഞ്ചരിച്ചുകൊണ്ട് നല്ല ബഹുഭൂരിപക്ഷത്തോടു കൂടി തന്നെ വിജയിച്ചു വന്ന ശ്രീ ചാണ്ടി ഉമ്മൻ എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ശ്രദ്ധേയമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്കും നേതൃത്വങ്ങൾക്കും നല്ല മാതൃകയാണ് എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു നോക്കേണ്ട കാര്യമാണ്.
ആദ്യമായി എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. അപ്പം ഞാൻ ഉമ്മൻചാണ്ടി സാഹിബ് എന്ന് പറയുന്നത് എല്ലാവരും 3ാം വർഷമാണ് ആഘോഷിക്കുന്നത്. അതേപോലെ ഉമ്മൻചാണ്ടി സാറിന് ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്തൊരു വ്യക്തിയാണ്. അതേപോലെ നമ്മൾ CH മുഹമ്മദ് കോയ സാറുണ്ട്. അതിനുശേഷം നമുക്ക് റോൾ മോഡലായി കാണാൻ പറ്റിയ ഒരു മഹത്തായ വ്യക്തിയാണ് ഉമ്മൻചാണ്ടി സാർ. അപ്പോൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിഞ്ഞുകൊണ്ടും ജനങ്ങളുടെ പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിച്ചുകൊണ്ടും ജനങ്ങളുടെ മനസ്സിൽ ഇടം പറ്റിയ ഒരാളാണ്. 3 വർഷമായിട്ടും നമുക്കെല്ലാം നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ഭരണാധികാരി എങ്ങനെയായിരിക്കണം എന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഉമ്മൻചാണ്ടി സാർ. അപ്പം ആ സാറിൻ്റെ പേരിൽ ഒരു അവാർഡ് നേടാൻ സാധിച്ചതിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഹൃദയത്തട്ടി അഭിമാനിക്കുകയാണ്. അപ്പം ഞാൻ ഒരിക്കലും ഒരു പൊതുപ്രവർത്തന വന്ന ആളല്ല. അപ്പോൾ സാറ് റോൾ മോഡലാക്കിക്കൊണ്ട് നമ്മുടെ വാർഡിനും അതേപോലെ നഗരസഭയ്ക്കും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യവും ചെയ്തുകൊണ്ട് ഇനിയും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ പഠിച്ചവൻ സഹായിക്കട്ടെ. അതേപോലെ ഈ ജവഹർലാൽ ഫൗണ്ടേഷന് ഇനിയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇനിയും സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ഉമ്മൻചാണ്ടി സാറിനെ സ്മരിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ നാട് തലശ്ശേരിയിലാണ്. പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് തലശ്ശേരിയിൽ ഒരു ഫംഗ്ഷന് പങ്കെടുക്കുന്നത്. ഇന്ത്യക്കകത്തും പുറത്തും നിരവധി വേദികളിൽ ഞാൻ പല പ്രോഗ്രാംസിനും പോയിട്ടുണ്ട്. നാഷണൽ അവാർഡും സ്റ്റേറ്റ് അവാർഡും ഒക്കെ വാങ്ങിച്ചപ്പോഴും എൻ്റെ നാടൊഴിച്ച് ബാക്കി എല്ലാവരും എന്നെ ആദരിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ശിവദാസൻ സാറിനോട് ഞാൻ ആദ്യം തന്നെ ഒരു വലിയ നന്ദി പറയുന്നു. സത്യത്തിൽ എന്നെ നിങ്ങൾക്ക് ആർക്കും അറിയില്ലായിരിക്കും. ഞാനൊരു മോഹിനിയാട്ടം നർത്തകിയാണ്. ഇന്ത്യയിൽ മോഹിനിയാട്ടം മാത്രം പഠിപ്പിക്കുന്ന സാധാരണ ഒരു നൃത്തവിദ്യാലയം എന്ന് പറഞ്ഞാൽ എല്ലാം ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, കേരള നാടകം എല്ലാം ഒരു ടീച്ചറാണ് പഠിപ്പിക്കുക. പക്ഷേ എൻ്റെ സ്ഥാപനത്തിൽ മോഹിനിയാട്ടം മാത്രം. എന്താണ് മോഹിനിയാട്ടം എന്ന് നിങ്ങൾക്കറിയായിരിക്കും. കേരളത്തിൻ്റെ തനത് കലാരൂപമായ മോഹിനിയാട്ടം മാത്രം പഠിപ്പിക്കുന്നൊരു സ്ഥാപനമാണ്. എന്നെ ഞാൻ പരിചയപ്പെടുത്തിയതാണ്. അപ്പം ഈ വലിയൊരു വേദിയിൽ വളരെ സന്തോഷത്തോടെ, ആത്മാർത്ഥമായി ഞാൻ എൻ്റെ മനസാക്ഷിയെ തൊട്ട് പറയാണ്, വളരെ സന്തോഷത്തോടെ ഞാൻ നിൽക്കുകയാണ്. ഉമ്മൻചാണ്ടി സാർ, അദ്ദേഹത്തെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷേ രാഷ്ട്രീയത്തെക്കുറിച്ച് എനിക്ക് എൻ്റെതായ വ്യക്തിപരമായ അഭിപ്രായമാണുള്ളത്. ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്തുണയ്ക്കുകയോ എതിർക്കുകയോ ചെയ്യുന്ന ആളല്ല. വ്യക്തിപരമായ ചില ഇഷ്ടങ്ങളുണ്ട്. അതിൽ ഉമ്മൻചാണ്ടി സാറും അദ്ദേഹത്തിൻ്റെ നയതന്ത്രവും എന്ന് തന്നെ ഞാൻ പറയും. നയതന്ത്രം എന്ന് പറഞ്ഞാൽ അറിയായിരിക്കും, പൊളിറ്റിക്സ്. വളരെ ബുദ്ധിമാനായ ഒരു വ്യക്തി, വളരെ സത്യസന്ധനായ മനസാക്ഷിയുള്ളൊരു നേതാവ്. ഇവിടെ എല്ലാവരും സംസാരിച്ചു. ഞാൻ ഫാദർ പറഞ്ഞ കാര്യം ഓർക്കുകയായിരുന്നു. കരിമ്പൻ കുത്തിയ ഡ്രസ്സ് ഇട്ട് പോയിട്ട് ഇന്നത്തെ എത്ര പേരങ്ങനെ ചെയ്യും? അങ്ങനെ ഉണ്ടാവില്ല. നമ്മൾ കേൾക്കുന്നു. ആരെയും വ്യക്തിപരമായി പറയല്ല, സ്വന്തം കാര്യത്തിന് വേണ്ടി രാഷ്ട്രീയം ഉപയോഗിക്കുന്ന ഈ കാലത്ത് വളരെ അപൂർവം മാത്രം കാണുന്ന ഒരു വ്യക്തിത്വം. അദ്ദേഹത്തിൻ്റെ മകൻ, ഇപ്പം നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്ന് നമ്മളുടെ അടുത്ത തലമുറ, നമ്മളുടെ മക്കളുടെ പ്രവർത്തനത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാം. അദ്ദേഹത്തിൻ്റെ മകൻ ചാണ്ടി ഉമ്മൻ, അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ. സൈക്കിളിൽ പോയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു. അങ്ങനെ ഒരു മാതൃക ഉണ്ടാവണമെങ്കിൽ അദ്ദേഹത്തിന്റെ ബേസ് അത്രയും ഉറപ്പുള്ളതായിരിക്കണം. എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം, അദ്ദേഹത്തിന്റെ ഉമ്മൻചാണ്ടി സാറിന്റെ അവസാന കാലത്ത് അദ്ദേഹം ഫേസ് ചെയ്യേണ്ടി വന്ന ഒരുപാട് ദുഃഖകരമായ അനുഭവം. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും കാലത്തിനൊരു കാവ്യമുണ്ട്, ഒരു കാവ്യനീതിയുണ്ട്. നമ്മളൊക്കെ കാണും. അദ്ദേഹം ബുദ്ധിയുള്ളവർക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും ഒരാളെ കുറിച്ച്. ഞാനൊക്കെ ആ സമയത്ത് ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട്. എന്തൊരു വളരെ വൃത്തികെട്ട പൊളിറ്റിക്സ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. പക്ഷേ ഇന്ന് വളരെ അഭിമാനത്തോടും സന്തോഷത്തോടും കൂടിയാണ് ഞാൻ ഈ ആദരവ്, ഉമ്മൻചാണ്ടി സാറിന്റെ പേരിലുള്ള ഈ ആദരവ് സ്വീകരിക്കുന്നത്. വെറുതെ പറയല്ല കേട്ടോ, ഞാൻ ഒന്നും വെറുതെ പറയുന്ന ഒരാളല്ല, അങ്ങനെ ഒട്ടും ഭയക്കുന്ന ഒരാളുമല്ല, എന്തെങ്കിലും പറയാൻ ആരെയും പേടിക്കുന്ന ഒരാളുമല്ല. വെറുതെ നിങ്ങളിപ്പോൾ നിങ്ങളുടെ കുറേ ആൾക്കാരുടെ മുമ്പിൽ ഒന്ന് തിളങ്ങാൻ വേണ്ടിയിട്ട് ഞാനൊന്നും പറയില്ല.
ശിവദാസൻ സാറിനെ കുറിച്ച് ഞാൻ ഇന്നാണ് അദ്ദേഹത്തെ ആദ്യമായിട്ട് കാണുന്നത്. ഈ വേദിയിലിരിക്കുന്ന നമ്മുടെ സ്വാമി പ്രേമാനന്ദൻ സ്വാമി, അദ്ദേഹവും ഞാനും ഒരു സ്ഥാപനത്തിൽ എന്ന് പറയാം, അതായത് ജഗന്നാഥ ക്ഷേത്രത്തിലാണ് ഞങ്ങൾ എന്നും കാണുന്നതാണ്. ഞങ്ങൾ ഒരുപാട് സംസാരിക്കാറുണ്ട് പല വിഷയങ്ങളെയും കുറിച്ചും. അദ്ദേഹത്തെ മാത്രമാണ് എനിക്ക് വ്യക്തിപരമായി അറിയുന്നത്. ശിവദാസൻ സാറ് എൻ്റെ അടുത്ത് ഇപ്പം പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ, ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് അറിയുന്നത് പറയൂന്ന്. അറിയുന്നതാണ് ഞാൻ പറഞ്ഞത്. അത്രയും സന്തോഷം. ശിവദാസൻ സാർ, അദ്ദേഹത്തെ ഞാൻ ഒരു വാക്ക് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം ഒരു നേതാവല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പക്ഷേ വളരെ സത്യസന്ധനാണെന്ന് എനിക്ക് മനസ്സിലായി. 2-3 കാര്യങ്ങൾ. ഒന്ന്, ഉദ്ഘാടകനെ കുറിച്ച് അദ്ദേഹം ഇത്രയും തുറന്ന് സംസാരിച്ചിരിക്കുക. എത്ര പേർക്ക് അതിനുള്ള ധൈര്യം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. വളരെ ശക്തമായ ഭാഷയിലാണ് അദ്ദേഹം സംസാരിച്ചത്. വളരെ സന്തോഷം. ഞാൻ ആദ്യം വരുമ്പോൾ ഒരുപാട് ആലോചിച്ചു. ഒന്ന്, എന്താ പറയുക, ഞാനിപ്പം ചെയ്ത ഒരു വർക്കുണ്ട്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് 2.5 മണിക്കൂർ ഒരാൾ സോളോ പെർഫോമൻസ് ചെയ്യുന്നത്. അത് ഞാനാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. അപ്പോൾ പക്ഷേ എൻ്റെ നാട്ടിൽ അത് ആരും അറിയുന്നില്ല എന്നത് സത്യസന്ധം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ദുഃഖമായിരുന്നു. എന്നെക്കുറിച്ച് ഇവിടെ ഞാൻ ജനിച്ച നാട്ടിൽ, ഞാൻ വളർന്ന നാട്ടിൽ മണിമേഖല എന്ന് പറയുന്ന നർത്തകിയെ ആർക്കും അറിയില്ല. പക്ഷേ ഞാൻ ദുബായ് ഗവൺമെൻറ്റിൻ്റെ ഒരു അവാർഡ് വാങ്ങാൻ പോയി. അപ്പം അവിടെ ശങ്കരാചാര്യരുടെ സൗന്ദര്യലഹരി അവതരിപ്പിക്കാനാണ് ഞാൻ പോയത്. അപ്പം മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാറും അദ്ദേഹത്തിൻ്റെ ടീമും ഞാനും പിന്നെ ഒരു ഡെപ്സിയോ അങ്ങനെ എന്തോ പേരുള്ളൊരു, കറക്റ്റ് അറിയില്ല, ഒരു റോക്ക് പാട്ടൊക്കെ പാടുന്ന ഒരു പയ്യനാണെന്ന് പറഞ്ഞു. ഡെപ്സി എന്നാണെന്ന് പറഞ്ഞെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ഞങ്ങൾ ഒന്നിച്ചായിരുന്നു യാത്ര ചെയ്യുന്നത്. അപ്പം അവിടെ എന്നെ ആർക്കും അധികം നമ്മൾ ഈ സിനിമാ നടി അല്ലാത്തതുകൊണ്ട് എത്ര സീരിയസ് ആയിട്ടുള്ള ആശയങ്ങൾ കൊണ്ടുവന്നാലും ആർക്കും അധികം അറിയില്ല. അപ്പോൾ ആ വേദിയിൽ എനിക്കായിരുന്നു ദുബായ് ഗവൺമെൻറ്റിൻ്റെ അവാർഡ് ഉണ്ടായത്. അന്ന് അവിടെ ഞാൻ 2.5 മണിക്കൂർ സൗന്ദര്യലഹരി അവതരിപ്പിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അറബികൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് എന്നെ നമസ്കരിക്കുന്നു. ഒരു കൂട്ടം ആഫ്രിക്കക്കാര് അവർ എഴുന്നേറ്റ് നിന്നിങ്ങനെ കൈയടിക്കുന്നു. പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ അത് കണ്ടിട്ട് നമ്മുടെ മലയാളികൾ കുറച്ച് പേര് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഏതായാലും അറബികൾ എണീറ്റതല്ലേ എന്നാൽ ഞങ്ങളും കൂടി എഴുന്നേറ്റേക്കാം. അപ്പം അതിലൊരു അറബി വരുന്നു. എനിക്ക് അറബി അറിയില്ല. അയാൾ പറയണമെന്ന് വെച്ചാൽ അവസാനത്തെ ഭാഗത്ത് അത് പ്രപഞ്ചത്തെ കോൺസെപ്റ്റാക്കി ചെയ്തൊരു വർക്കായിരുന്നു. വിശ്വപ്രപഞ്ചം മാതാവാണെന്നും നമ്മളെല്ലാം വിശ്വപ്രപഞ്ചത്തിൻ്റെ മക്കളാണെന്നും അവിടെ മതവും ജാതിയൊക്കെ നമ്മൾ ഉണ്ടാക്കിയതാണെന്നും അങ്ങനെ ഒരു സൗന്ദര്യലഹരി എന്ന ബൃഹത്തായ ഒരു ദേവി ഉപാസകർക്ക് അത് അങ്ങനെ കാണാം, വൈജ്ഞാനികർക്ക് അവരുടെ ഭാഷയിൽ കാണാം. വിശാലമായ ഒരു സബ്ജക്റ്റാണ്, യൂണിവേഴ്സ് സീക്രട്ടാണ് അതിലുള്ളത്. അതിന് ഞാൻ എൻ്റെ വ്യാഖ്യാനമാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ ചിന്തിച്ചത്, സംസ്കൃതം അറിയാത്ത ഒരു അറബി കുറേ ആളുകൾ എന്തിനാണ് അതിലൊരാൾ കണ്ണ് നിറഞ്ഞാണ് എൻ്റെ അടുത്ത് സംസാരിക്കുന്നത്. ഒന്ന്, അതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഒരു മാസ് ഹിപ്നോട്ടിസം. ഏതൊരാൾ കണ്ടാലും അവരെ ഒരു മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോകണം എന്ന രീതിയിൽ മൂലാധാര ചക്രം മുതൽ സഹസ്രാരം വരെ 7 ചക്രാസിനെയും ആക്റ്റീവ് ചെയ്യാൻ എന്ത് ചെയ്യണം എന്ന് വളരെ എൻ്റെ 6 വർഷത്തെ റിസർച്ച് ആയിരുന്നു അത്. അപ്പം സ്വാഭാവികമായും ആ ഹാളിൽ ആരും പ്രോഗ്രാം തുടങ്ങിയ അൽനാസർ ലഷർലാൻഡിലായിരുന്നു പ്രോഗ്രാം. എഴുന്നേറ്റ് പോകരുത് എന്നൊരു മാസ് ഹിപ്നോട്ടിസം എൻ്റെ കയ്യിലുണ്ട്. അത് ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് കിട്ടിയതായിരിക്കാം. ഞാനൊരു പ്രാണി ഹീലിംഗ് തെറാപ്പിസ്റ്റ് കൂടിയാണ്. അപ്പം മോഹിനിയാട്ടത്തെക്കുറിച്ച് ഒന്നും അറിയാത്ത ഈ അറബികൾ എന്തിനെ കരഞ്ഞു എനിക്കറിയില്ല. അതിലൊരാൾ വന്ന് പറഞ്ഞത്, അയാളുടെ ഒരു PA ഉണ്ടായിരുന്നു, അവർക്ക് ഷിപ്പിംഗ് എന്തോ ഒരു ബിസിനസ്സാണ്. അയാളുടെ അമ്മ ഈ അടുത്ത് മരണപ്പെട്ടു. അപ്പോൾ അവസാനത്തെ ഭാഗം ഈ ഭൂമി ദേവി ഒരു കുഞ്ഞിനെ എടുത്ത് എല്ലാ കുഞ്ഞുങ്ങളും എൻ്റെ മക്കളാണ് എന്ന് കാണിക്കുന്നതാണ് അവസാന ഭാഗം. അപ്പോൾ ഒരു ഭാഷയും അറിയാത്ത ഒരു അറബി എൻ്റെ കൈ പിടിച്ചാണ് അയാൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു അവാർഡായിരുന്നു. നമ്മുടെ രാജ്യത്തിന് പുറത്ത് ഭാഷ അറിയാത്ത ഒരാൾ അയാൾ പറഞ്ഞ ചില കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയൊക്കെ എനിക്ക് നല്ല കുറേ അവസരങ്ങൾ ദൈവാനുഗ്രഹം കൊണ്ട്, എൻ്റെ ഗുരുക്കന്മാരുടെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഈ വേദി ഞാൻ ഒരുപാട് നന്ദിയോടെ ഓർക്കുന്നു. ഈ അവസരത്തിനും ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികൾക്കും
എനിക്ക് ഏറ്റവും സന്തോഷം, ഞാൻ ഈ വേദി ഭയങ്കരമായിട്ട് ബ്ലസ് ചെയ്ത ഒരു ഫീൽ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുക. എല്ലാവരും വളരെ നല്ല ആത്മാക്കൾ. എല്ലാവർക്കും എൻ്റെ ആത്മാർത്ഥമായ നന്ദി സ്നേഹം അറിയിക്കുന്നു. താങ്ക് യു. പ്രൊഫസർ ദാസൻ പുത്തലത്ത് നിങ്ങളോട് സംസാരിക്കും. കേരളം കണ്ട മുഖ്യമന്ത്രിമാരിൽ വളരെ വ്യത്യസ്തനായ ഒരു മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടി സാറെന്ന്. എന്താണ് ഉമ്മൻചാണ്ടി സാറിനെ വ്യത്യസ്തനാക്കുന്ന അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്? നമ്മുടെ ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം നമ്മൾ പറയാം ഇന്ത്യ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണെന്നാണ്. അത് അന്നു മുതൽ ഇന്ന് വരെ നമ്മൾ ജനാധിപത്യ രാജ്യമാണെന്ന് പറയാൻ എല്ലാവർക്കും അറിയാം. പക്ഷെ എന്താണ് ജനാധിപത്യം എന്ന് പലർക്കും അറിയില്ല. അതാണ് ഇതിൻ്റെ വസ്തുത. നമ്മൾ ഒരു ദിവസം തന്നെ എത്രയോ തവണ ജനാധിപത്യം എന്ന് പറയാറുണ്ട്. ജനാധിപത്യത്തെ കുറിച്ച് ഏറ്റവും നല്ല ഒരു നിർവചനം നൽകിയത് അമേരിക്കൻ പ്രസിഡന്റായിരുന്ന എബ്രഹാം ലിങ്കനാണ്. ആ നിർവചനത്തിന് അപ്പുറം പോകുന്ന ഒരു നിർവചനം ഇന്ന് വരെ ഒരാൾക്കും നൽകാനും കഴിഞ്ഞിട്ടില്ല. ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്ന ഗവൺമെന്റ്. അപ്പൊ ജനങ്ങളാണ് അതിലെ മുഖ്യ കഥാപാത്രം. ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഗവൺമെന്റ്. ആ വാക്കിൽ ജനങ്ങൾ എന്ന് പറഞ്ഞിട്ട് ജനങ്ങളല്ലാതെ മറ്റൊരു വാക്ക് അതിലില്ല. അപ്പൊ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ അത് ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. പക്ഷെ നമ്മൾ ഈ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ ഇത്രയും വർഷമായിട്ട് 2026 ആയിട്ടും നമ്മൾ ജനങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്ന ഏറ്റവും വലിയ പരാതി ജനങ്ങൾ അവഗണിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അതൊരു യാഥാർത്ഥ്യവും കൂടിയാണ്. ഞാനായാലും നിങ്ങളായാലും ഇവിടെ ഇരിക്കുന്ന ആരായാലും ഈ രാജ്യത്തുള്ള ഏത് വ്യക്തി ആയാലും ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ വ്യക്തി ജീവിതത്തിൽ നിലനിൽക്കുന്നുണ്ട്. അവിടെയാണ് നമ്മുടെ ജനാധിപത്യത്തിന്റെ പോരായ്മ നമ്മൾ കാണുന്നത്. ഇനി ജനാധിപത്യത്തിന് ബദലായി വേറൊരു സംവിധാനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ലോകത്ത് ഇന്ന് വരെ ജനാധിപത്യത്തിന് ബദലായി ഒരു സംവിധാനവും കണ്ടെത്തിയിട്ടില്ല. അതാണ് ഇതിന്റെ വസ്തുത. ജനാധിപത്യം നമ്മുടെ കോൺട്രിബ്യൂഷൻ ഒന്നുമല്ല, അത് ഗ്രീക്കുകാരുടെ സംഭാവനയാണ്. ഗ്രീക്ക് സംസ്കാരമാണ് ആദ്യമായി ജനാധിപത്യ എന്ന വ്യവസ്ഥിതി കൊണ്ടുവന്നത്. അത് ഏകദേശം എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ്. അത് ലോകരാജ്യങ്ങൾ പരീക്ഷിച്ചപ്പോൾ മനസ്സിലായത് ഈ ജനാധിപത്യത്തിന് ബദലായി മറ്റൊരു ഭരണ സംവിധാനം ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കമ്മ്യൂണിസം ഒന്നും വിജയിക്കാതെ പോകുന്നത്. കമ്മ്യൂണിസം ഒരു കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു കൊടുങ്കാറ്റ് പോലെ എല്ലാ രാജ്യങ്ങളിലും അത് നശിക്കുകയും ചെയ്തു. കാരണം ജനാധിപത്യ കാലഘട്ടത്തിൽ കമ്മ്യൂണിസത്തിന് നിലനിൽപ്പില്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ജനാധിപത്യത്തിൽ ഇടപെടലുകൾ ആവശ്യമാണ്. ജനാധിപത്യം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത് ഒരു തടാകത്തിന്റെ സ്വഭാവത്തിലാണ്. തടാകത്തിന് എന്താ പ്രത്യേകത? അതൊരു നിശ്ചലാവസ്ഥയാണ്. ജനാധിപത്യം യഥാർത്ഥത്തിൽ വേണ്ടത് ഒരു നദിയെ പോലെയാണ്, ഒഴുക്കുണ്ടായിരിക്കണം. അപ്പൊ ഈ തടാകം പോലെയുള്ള ജനാധിപത്യ വ്യവസ്ഥയെ നമുക്ക് എങ്ങനെയാണ് ഒഴുക്കുള്ള ഒരു നദിയായിട്ട് മാറ്റാൻ പറ്റുക എന്ന് ചോദിച്ചാൽ ജനാധിപത്യത്തിൽ നിരന്തരമായ ഇടപെടലുകൾ നടത്തേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ജനങ്ങളോ നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ഭരണാധികാരികളോ പലപ്പോഴും അത് മറന്നുപോകുന്നു. അവർ ജനാധിപത്യത്തിൽ ഇടപെടലുകൾ നടത്തുന്നില്ല. ഇവിടെയാണ് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിന്റെ പ്രത്യേകത ഞാൻ കാണുന്നു. ഉമ്മൻചാണ്ടി ജനസമ്പർക്ക പരിപാടി നടത്തി. നിങ്ങളെല്ലാം ഒന്ന് കേട്ടിരിക്കും. ഓരോ ജില്ലയിലും പോയിട്ട് അവരുടെ പരാതികൾ നേരിട്ട് കേൾക്കുകയും
അപ്പോൾ പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ അപ്പോൾ തന്നെ പരിഹരിക്കുകയും പരിഹരിക്കാൻ പറ്റാത്തത് പിന്നീട് അദ്ദേഹത്തിന്റെ ഓഫീസിലെത്തി അതിന് കാലാനുസൃതമായ മറുപടി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് ജനാധിപത്യത്തിലുള്ള ഒരു ഇടപെടലാണ്. മറ്റൊരു ഇടപെടലായിട്ട് ഇപ്പോഴെനിക്ക് തോന്നുന്നത് VD സതീശൻ എന്ന് പറയുന്ന നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയും സെക്രട്ടേറിയറ്റിന്റെ അടഞ്ഞ ഒരു വാതിൽ തുറക്കാൻ ഉത്തരവ് പുറപ്പെടുവിച്ചു. ഇത് ജനാധിപത്യത്തിന്റെ മറ്റൊരു ഇടപെടലാണ്. ജനാധിപത്യത്തെ പറ്റി ബോധമില്ലാത്ത ഒരാൾക്ക് സെക്രട്ടേറിയറ്റിന്റെ ഇതുവരെ അടഞ്ഞു കിടന്നിരുന്ന ഒരു വാതിൽ തുറന്നത് കൊണ്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് ചിന്തിക്കാൻ കഴിയില്ല. പക്ഷെ ജനാധിപത്യത്തെ കുറിച്ച് ബോധമുള്ള ഒരാൾക്ക് മനസ്സിലാവും, അതൊരു അടഞ്ഞ വാതിൽ മാത്രമല്ല, അതൊരു ജനാധിപത്യത്തിന്റെ ഇടപെടൽ നടത്തിയതാണ് എന്ന് പറഞ്ഞാൽ VD സതീശൻ പറഞ്ഞത് ഒരു വാതിലും അടച്ചിടണ്ട, ഒരു ഗേറ്റും അടച്ചിടണ്ട, സെക്രട്ടേറിയറ്റ് ആൾക്കാർ വരട്ടെ. മറ്റൊന്ന് VD സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി പറഞ്ഞത്, എന്നെ കാണാൻ ആര് വന്നാലും അല്ലെ എന്നെ കാണാൻ വേണ്ടി ആരെങ്കിലും നോട്ടീസ് തന്നാൽ ഞാൻ അവരെ നേരിട്ട് കാണുന്നതായിരിക്കും എന്നുള്ളത്. അതും ജനാധിപത്യത്തിന്റെ ഒരു ഇടപെടലാണ്. ഇപ്പോഴത്തെ UDF ഗവൺമെന്റ് എന്ന് ഞാൻ മനസ്സിലാക്കിയ 2 കാര്യങ്ങൾ മുഖ്യമന്ത്രി ചെയ്താണ്. ആൾക്കാർ വന്നാൽ കാണുക, അതൊരു ജനാധിപത്യ ഭരണാധികാരിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ്. അടഞ്ഞ വാതിലല്ല ജനാധിപത്യത്തിൽ, തുറന്ന വാതിലായിരിക്കണം. അപ്പൊ നമ്മളെ കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ഗുണമായിട്ട് ഞാൻ കാണുന്നത്, നമുക്ക് ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളുണ്ട്, നല്ലതാണ്. രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാവണം, അവരുടെ ഇടപെടലുകളും ഉണ്ടായിരിക്കണം. ഇത് ഞാൻ പറയുന്നതിന്റെ കാരണം, എൻ്റെ മകൻ ബാംഗ്ലൂരിലാണ് ജോലി ചെയ്യുന്നത്. ഞാൻ ബാംഗ്ലൂർ എന്ന് പറയുന്ന കർണാടക സ്റ്റേറ്റിൽ പെട്ടതാണ്. ഞാൻ അവിടുത്തെ അവസ്ഥ അവനോട് പലപ്പോഴും ചോദിക്കാറുണ്ട്. എന്നോട് പറയാറ്, ഇവിടുത്തെ അവസ്ഥ ദയനീയമാണ്. എന്താണ്? അവിടെ ഇലക്ഷൻ കഴിഞ്ഞ രാഷ്ട്രീയക്കാരെ കാണില്ല. ഇലക്ഷൻ അടുക്കുമ്പോൾ രാഷ്ട്രീയക്കാരെ കാണുകയും ചില വാഗ്ദാനങ്ങൾ നൽകുകയും ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ രാഷ്ട്രീയക്കാർ എവിടെയുണ്ടെന്ന് നമ്മൾ അങ്ങോട്ട് അന്വേഷിച്ചു പോകും. എന്നാൽ കേരളത്തിൽ നിന്ന് വ്യത്യസ്തമായ, നമ്മൾ പറയാറുണ്ട്, ഇന്ത്യയിലെ സ്റ്റേറ്റുകളിൽ കേരളം വ്യത്യസ്തമായിരിക്കുന്നു പല കാര്യത്തിലും. ഒരു കാര്യം ഇതാണ്, നമ്മൾ ജനാധിപത്യത്തിൽ ഇടപെടാൻ അല്പമെങ്കിലും പഠിച്ച ഒരു ജനങ്ങളാണ് കേരളത്തിൽ. അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ നിരന്തരം സമരം നടത്തുന്നു. ആ സമരങ്ങളിൽ നിന്നും തന്നെ എൻ്റെ അഭിപ്രായത്തിൽ പലപ്പോഴും ജനാധിപത്യത്തെ കുറിച്ച് അറിയാത്തവർക്ക് അത് മനസ്സിലാവില്ലെങ്കിൽ കൂടിയും ജനാധിപത്യത്തെ കുറിച്ച് അറിയുന്നവർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഈ ഓരോ സമരവും ജനാധിപത്യത്തിലുള്ള ഇടപെടലാണെന്നുള്ളതാണ്. ഏത് സമരമായിക്കോട്ടെ, അടിസ്ഥാന വർഗം നടത്തുന്നതോ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുന്നതോ അതുപോലെ സമരം നടത്തുന്നത് നമ്മളെ തെറ്റായി കാണരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. അത്തരം സമരങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ജനാധിപത്യത്തിന് തടാകത്തിന്റെ സ്വഭാവം മാറി ഒരു നദിയുടെ ഒഴുക്കിന്റെ സ്വഭാവം വരുന്നത്. ഇതൊരു ആവശ്യമാണ്, അനിവാര്യതയാണ്. പക്ഷേ ഇവിടെ നമ്മുടെ രാജ്യത്തുള്ള ഒരു കുഴപ്പം എന്ന് പറയുന്നത്, രാജ്യത്തുള്ള കുഴപ്പം മാത്രമല്ല, ജനാധിപത്യത്തിന് പല പോരായ്മകളുണ്ട്. ആ പോരായ്മകൾ നമ്മൾ മറികടക്കണമെങ്കിൽ ജനാധിപത്യത്തിൽ നിരന്തരമായി ഇടപെടണമെങ്കിൽ ജനങ്ങൾക്ക് അതിൻ്റെതായ വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണം, ജനങ്ങൾക്ക് ജനാധിപത്യത്തെ പറ്റിയുള്ള അവബോധവും ഉണ്ടായിരിക്കണം. നമ്മളെ വിദ്യാഭ്യാസം നടത്തിയത് കൊണ്ട് മാത്രം ആയില്ല, പക്ഷെ സാംസ്കാരികമായും ചരിത്രപരമായും ജനാധിപത്യത്തെക്കുറിച്ച് മനസ്സിലാക്കിയ ജനങ്ങളായിരിക്കണം. സോക്രട്ടീസ് അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഗ്രീക്ക് തത്വചിന്തകനായ സോക്രട്ടീസ് അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്, വിദ്യാഭ്യാസമില്ലാത്ത സമൂഹത്തിൽ ജനാധിപത്യം വിജയിക്കില്ല. വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണം. ജനങ്ങൾ വിദ്യാഭ്യാസമുള്ള ഒരു സമൂഹത്തിൽ മാത്രമേ ജനാധിപത്യം പൂർണ്ണ തോതിൽ വികസിച്ച് നിലനിൽക്കുള്ളൂ. അപ്പോൾ നമ്മുടെ ഭാവി എന്ന് പറയുന്നത് ഈ ജനാധിപത്യത്തിന്റെ റിഫോർമേഷൻ അല്ലെങ്കിൽ അതിൽ വരുന്ന ചലനാത്മകമായ മാറ്റങ്ങളാണ് കൂടിയ ഇന്ത്യ രാജ്യത്തിനൊരു ഭാവിയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നമ്മൾ ഇന്ന് കാണുന്ന പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഈ ജനാധിപത്യത്തിൽ ഇടപെടാത്ത ഒരു കാര്യം കൊണ്ടാണ്. ജനാധിപത്യത്തിൽ നിരന്തരമായി ഇടപെട്ട് കഴിഞ്ഞാൽ ഇന്ത്യക്ക് ശോഭനമായ ഏറ്റവും നല്ല ഒരു ജനാധിപത്യ രാജ്യം എന്നുള്ള
നിലയിൽ ഈ ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ നിലനിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഗ്രീക്ക് രാഷ്ട്രങ്ങളിൽ ഏതൻസ് ഏറ്റവും മികച്ച രാഷ്ട്രമായതിന്റെ കാരണം അവിടെ ജനാധിപത്യം നിലനിന്നതുകൊണ്ടാണ്. 6000 സ്ക്വയർ മൈൽസ് വിസ്തീർണമുള്ള കേവലം ഒരു സ്റ്റേറ്റ് ആണ് ഏതൻസ് എന്ന് പറയുന്നത് ഗ്രീക്ക് രാഷ്ട്രത്തിൽ. 6000 സ്ക്വയർ മൈൽസ് വിസ്തീർണമുള്ള ആ ഗ്രീക്ക് രാഷ്ട്രത്തിൽ നമ്മുടെ ഇന്നത്തെ ഡയറക്റ്റ് ഡെമോക്രസി അല്ല അവർ പരിശോധിച്ചത്. അവർക്കത് സാധിക്കില്ല. അവർ ഡയറക്റ്റ് ഡെമോക്രസിയാണ് നടപ്പിലാക്കിയത്. പക്ഷേ നമുക്കിന്ന് ഒരു രാജ്യത്തും ഡയറക്റ്റ് ഡെമോക്രസി നടപ്പിലാക്കാൻ കഴിയില്ല. ജനബാഹുല്യം കൊണ്ട് നമ്മൾ ഇന്ന് ഫോളോ ചെയ്യുന്നത് ഇൻഡയറക്റ്റ് ഡെമോക്രസിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ജനങ്ങളെ തെരഞ്ഞെടുത്ത് അയക്കുന്നത്. കാരണം ഇത്രയധികം ജനങ്ങളുള്ള ഒരു രാജ്യത്ത് ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ ആ ജനാധിപത്യത്തിൽ നമുക്ക് ഡയറക്റ്റ് ഡെമോക്രസി പ്രാബല്യത്തിൽ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻഡയറക്റ്റ് ഡെമോക്രസി നടപ്പിലാക്കുന്നു. അപ്പൊ ഞാനിവിടെ പറഞ്ഞു വരുന്നത് ഉമ്മൻചാണ്ടി ചരിത്രത്തിൽ ജനാധിപത്യത്തിൽ ഒരു ഇടപെടൽ നടത്തിയ ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഉമ്മൻചാണ്ടി ശ്രദ്ധേയനാവുന്നത്. വി ഡി സതീശൻ ഈ ആധുനിക കാലഘട്ടത്തിൽ വി ഡി സതീശനും അതുപോലെയുള്ള ചില കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു വരുന്നു എന്നുള്ളത് എന്നെ പോലെയുള്ള അവരുടെ ശ്രദ്ധയിൽപ്പെട്ട കാര്യമാണ്. അത് സെക്രട്ടേറിയറ്റിന്റെ അടഞ്ഞ വാതിൽ തുറക്കുന്നതായാലും അല്ലെങ്കിൽ ആർക്കും ഏത് സമയത്തും എന്നെ വന്ന് കാണാമെന്ന് പറയുന്നതും ജനാധിപത്യത്തിൽ ഇടപെടലാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മൾ പലരും ഇപ്പോൾ ഉമ്മൻചാണ്ടിയെ അനുകരിക്കാൻ ശ്രമം നടത്തുക. ഞാനൊരു പ്രധാനപ്പെട്ട ഒരു ജനപ്രതിനിധിയെ അദ്ദേഹം തന്നെ ക്ഷണിച്ചിട്ട് കാണാൻ പോയി. അടുത്ത ദിവസം 1.5 മണിക്കാണ് എനിക്ക് കാണാൻ സമയം തന്നത്. 1.5 മണിക്കൂർ ഇയാൾ വരുന്നില്ല. ഞാൻ വിചാരിച്ചത് ഇയാളെ വരാത്തത്. അപ്പം ഇയാളങ്ങനെ അന്വേഷിക്കും. ഇവിടെ ആളെല്ലാം കൂടി വന്ന് നോക്കും. ഈ ജനപ്രതിനിധി ആളെല്ലാം കൂടി എന്ന് ബോധ്യമായാൽ ഇയാൾ മെല്ലെ വരും. വമ്പ തിരക്ക് കാണും. തിരക്കുണ്ട് എന്ന് കാട്ടി എന്നിട്ട് അവിടെ വീഡിയോ എല്ലാം എടുത്ത് വമ്പിച്ച തിരക്കാണ് ഓഫീസിൽ. ഇങ്ങനെ ഉമ്മൻചാണ്ടിയെ അനുകരിക്കാൻ ഉമ്മൻചാണ്ടിയെ പേരിയെ നടക്കുമ്പോൾ പോയ വേദാക്കന്മാർ നമ്മുടെ നാട്ടിലെന്ന് പറയാനേ ആള് വരണം. ഞാൻ ഇരുന്ന് കേൾക്കില്ല പരാതി. ഉമ്മൻചാണ്ടി ആവാൻ ശ്രമിക്കുക, ഇരിക്കില്ല. ഇത് അനുഭവം പറയാണ്. പുള്ളിങ്ങനെ നിൽക്കും. എന്നാൽ ആളുകളിങ്ങനെ ഒന്ന് നിൽക്കുക. ഉമ്മൻചാണ്ടി ആകാൻ വേണ്ടി ഇങ്ങനെ കള്ളാസമായി നിൽക്കുക. ഞാനിത് പറയാൻ കാരണം ഈ ഉമ്മൻചാണ്ടിയുടെ അനുഭവം ഉമ്മൻചാണ്ടി എപ്പോഴും ആൾക്കൂട്ടത്തിനിടയത്തായിരിക്കും. അർസർ ഒരു ഉയർന്ന IPS ഉദ്യോഗസ്ഥൻ ഉമ്മൻചാണ്ടിയോട് ഒരു കാര്യം പറഞ്ഞു. ഉമ്മൻചാണ്ടി ചോദിക്കുകയാണ്, നിങ്ങൾ കഴിഞ്ഞ ദിവസം ഇതെല്ലാം എന്നോട് പറഞ്ഞത്. അന്ന് ആൾക്കൂട്ടത്തിനിടയിൽ ഇദ്ദേഹം പറഞ്ഞ ഈ IPS ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഉമ്മൻചാണ്ടി കേട്ടിട്ടുണ്ട്. ഇപ്പം കാസിം എന്നെ നോക്കുമ്പോൾ ഉമ്മൻചാണ്ടി കാസിം ഖാനെ മാത്രമല്ല നോക്കും, ഭരണം നോക്കും. ഇയാൾ അറിയില്ല. അപ്പം അയാളോടത്ത് ഈ തിരക്കിനിടയിലും പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യവും ആ മനുഷ്യൻ കേൾക്കും. അപ്പം വെറുതെ അഭിനയല്ലത്. ഞാനൊരു ജനസമ്പർക്ക പരിപാടിയിൽ ചാക്ക് ഒരു ചാക്കിലാണ് പരാതി. നമ്മളെന്താ ധരിക്കുക, ഇതെല്ലാം ഇയാളെടുത്ത് ചാടിക്കാൻ. ഓരോ പരാതിയും വായിച്ചു കേട്ട് അതിൻ്റെ മുകളിൽ കൃത്യമായ റിപ്ലൈ എഴുതിയിരിക്കും ഉമ്മൻചാണ്ടി. നിന്ന് പല നേതാക്കന്മാരുണ്ടു. ആളെ കാണാൻ വേണ്ടി പല പോസ്റ്റുകളെല്ലാം കാണിക്കും. ചെറുപ്പക്കാരായ കുറെ MP-മാർ MLA-മാർ സ്ഥിതി ഇതാണ്. കേട്ടാൽ ആൾക്ക് തിരിയും. ഈ നാടകമൊക്കെ നിർത്തണം. ഉമ്മൻചാണ്ടിയുടെ പേരും പറഞ്ഞ് ഉമ്മൻചാണ്ടിയുടെ കവടത്തിൽ പോയി തൊഴുകയും നമസ്കരിക്കുകയും ചെയ്യുന്ന ഒരുപാട് നേതാക്കന്മാർ, ചെറുപ്പക്കാർ നേതാക്കന്മാർ 100 ജന്മം ജനിച്ചാലും നിങ്ങൾക്ക് ആർക്കും ഉമ്മൻചാണ്ടി ആവാൻ കഴിയില്ല എന്ന് ഈ ആളോട് വളരെ സ്നേഹപൂർവ്വം ഞാൻ പറഞ്ഞ നാടകം കണ്ടുകൊണ്ടാണ് വരുന്നത്. 1.5 മണിക്ക് ഞങ്ങളവിടെ ഇരിക്കുക. പുള്ളി ആളെല്ലാം വന്നോന്ന് PA-നോട് ചോദിക്കും. ആളെല്ലാം കൂടും. അപ്പോൾ ആളുടെ പാവം MP MLA കാണാൻ തിരക്കുണ്ടാവില്ല. അത് കഷ്ടപ്പാടുള്ള പരാതി ക്ലാസ് എടുത്ത് നിൽക്കും. ആവുന്നവരെ ആളെ കാത്തു നിൽക്കും. ഇതെല്ലാം അവസാനിപ്പിക്കണം. അതുകൊണ്ട് ഉമ്മൻചാണ്ടി ആവാൻ ശ്രമിച്ചേക്കരുത്. അത് അദ്ദേഹത്തിന് മാത്രമാണ് കൈ. അതൊരു മനുഷ്യനാണ്, അതൊരു ജന്മമാണ്. അത് ഞാൻ തന്നെ കിടക്കട്ടെ. അടുത്തായി സംസാരിക്കാൻ ഞാൻ ടീച്ചർ പറഞ്ഞപ്പോൾ ഉമ്മൻചാണ്ടി അത് അങ്ങനെ ഉള്ളൊരു മനുഷ്യൻ. ഞാൻ പറഞ്ഞ അത് നമ്മളെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്. അത്രമാത്രം ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ആ മനുഷ്യനെ സൂക്ഷ്മമായി പഠിച്ച് കൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്.
നമുക്കൊന്നും ഞാൻ പറഞ്ഞില്ല, ഒരൊറ്റ അനുഭവം ഒഴിച്ചാൽ പിന്നീട് അത് ജീവിതത്തിൽ ഞാൻ ഉമ്മൻചാണ്ടിയോടുള്ള ചായ കുടിച്ച ബന്ധം നമുക്കില്ല. അടുത്ത ഒരു സൗകര്യം അനുഭവിച്ചിട്ടില്ല. നമ്മൾ ആകെ അനുഭവിച്ചൊരു ജീവിതത്തിലൊരു പ്രയാസഘട്ടത്തിൽ ഒരു കള്ളാസൂപ്പ് ഇട്ട് അന്ന് വലിയ സംഭവമാണ്. അത് അന്ന് ഞാൻ നല്ല ഷർട്ടും കുപ്പായിട്ട് തന്നാണ് ഉമ്മൻചാണ്ടി ഇത് സഹായത്തിൽ കിട്ടിയ ഒരു സൗകര്യം കൊണ്ട്. അപ്പം അടുത്തായി സംസാരിക്കാൻ ശശികുമാർ കല്ലുടുമ്പിൽ ക്ഷണിക്കുന്നു. കേരള രാഷ്ട്രീയത്തിലെ ദീപ്തമായ ഒരു ഓർമ്മയാണ് ഉമ്മൻചാണ്ടി സാർ. ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു കാര്യം, അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ പണിതീരാത്ത വീട്ടിൻ്റെ മുന്നിലെ മതിലിൽ ഒരു ബോർഡ്, ഉമ്മൻചാണ്ടി സാറിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ള ഒരു ബോർഡ് അവിടെ മതിലിൻ്റെ മുമ്പിൽ അവിടെ തൂക്കിയിട്ടിരുന്നു. അതിൽ പറയുന്നത്, സ്നേഹം കൊണ്ട് ലോകം കീഴടക്കിയ രാജാവിൻ്റെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകളും പ്രവൃത്തിയും നമുക്ക് വഴികാട്ടിയാണ്. ഇതായിരുന്നു ആ ബോർഡിലുള്ളത്. അപ്പോൾ ഈ ബോർഡ് ജനാവലിയുടെ മനസ്സിൻ്റെ കണ്ണാടിയായി മാറുകയായിരുന്നു. ഉമ്മൻചാണ്ടി സാറ് അന്തരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പണിതീരാത്ത വീട്ടിന് മുമ്പിൽ ആ ചലനമറ്റ ശരീരം കിടത്തിയപ്പോൾ ആ വീടിന് തൂണുകൾ മാത്രമേ ഉള്ളൂ. ആ തൂണുകൾ ഗൃഹനാഥനോട് എന്തായിരിക്കും സ്വകാര്യമായി സംസാരിച്ചിരിക്കുക എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അദ്ദേഹം വിടവാങ്ങിയപ്പോൾ ജനങ്ങളുടെ നായകനാണ് വിടവാങ്ങിയത്. അദ്ദേഹത്തിൻ്റെ ആ ജ്വലിക്കുന്ന ചിരി അത് എന്നും നമ്മുടെ മനസ്സിലുണ്ടാവും. മാത്രമല്ല, ആ ചിരിയുടെ പ്രശസ്തി അദ്ദേഹത്തിൻ്റെ മരണശേഷവും ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഉമ്മൻചാണ്ടി സാറിൻ്റെ ആ പ്രതിജ്ഞാബദ്ധത, സുതാര്യത, അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ തെളിവായി നാം കാണുന്നത്. സ്നേഹം കൊണ്ട് ജനമനസ്സുകളെ കീഴടക്കിയ ഒരു നേതാവായിരുന്നു ഉമ്മൻചാണ്ടി സാർ. ആ നീതിമാന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ എൻ്റെ വിനീത നമസ്കാരം.
Ashwini KS. Mariam Roshani. Ovi. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനില തലശ്ശേരി. ചെറിയൊരു കലാകാരി. ഗാനങ്ങൾ ആലപിക്കും, ചെറിയ രീതിയിൽ വരികൾ എഴുതി സംഗീതം നൽകും. കഥാകാരികയായിരുന്നു. കേരളത്തിലും 250 സ്റ്റേജുകളിൽ ഞാൻ കഥാപ്രസംഗം അവതരിപ്പിച്ചിരുന്നു. ഒരു റേഡിയോ ആർട്ടിസ്റ്റായിരുന്നു, ആങ്കറായിരുന്നു. എല്ലാം കുറച്ച് മാത്രമേ ദൈവം തന്നിട്ടുള്ളൂ. ഓക്കെ, എല്ലാവർക്കും എൻ്റെ സ്നേഹം അറിയിക്കുകയാണ്. അതേ രൂപത്തിലുള്ള മോഹിനിയാട്ട വിദ്യാഭ്യാസം അറിയാം. ടീച്ചർ
അവാർഡ് ജേതാവായ എൻ്റെ പ്രിയപ്പെട്ട കൂടിയായ സി ആളുകൾക്ക് അഭിവാദ്യം അർപ്പിക്കുന്നത് അദ്ദേഹത്തെ ക്ഷണിച്ചുകൊള്ളാം. കണ്ടിരുന്ന ആളാണ് ഞാൻ. അദ്ദേഹത്തെ എൻ്റെ ഒരു പിതാവ് കഴിഞ്ഞാൽ എൻ്റെ ഒരു പിതാവിനെ തുല്യം സ്നേഹിച്ച ഒരാളായിരുന്നു. അദ്ദേഹത്തെ പോലെ മനുഷ്യസ്നേഹിയായ ഒരു നേതാവിനെ ഇന്ത്യ രാജ്യം ഇതുവരെ കണ്ടിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അദ്ദേഹം ഒരു നല്ല മനുഷ്യസ്നേഹി, അതുപോലെ തന്നെ കർമ്മകുശലനായ ഒരു ദീർഘവീക്ഷണമുള്ള ഒരു ഭരണാധികാരി, ഒരു ദളിത ജീവിതം നയിക്കുന്ന ഒരു വലിയ മനുഷ്യൻ. അദ്ദേഹത്തിന്റെ ആ ജീവിതത്തിൽ അതൊരു കൃത്യമായി പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജീവിതം എല്ലാവർക്കും ഒരു പാഠപുസ്തകമാണ്. അതിന്റെ ഓരോ ഏടുകളും നമുക്കൊക്കെ ജീവിതത്തിൽ പുലർത്തേണ്ടതാണ്. നമുക്കൊക്കെ 100% ഉമ്മൻചാണ്ടിയാവാൻ കഴിഞ്ഞില്ലെങ്കിലും അതിന് അദ്ദേഹത്തിന്റെ നന്മകളിൽ ഒരു 10% ഉൾക്കൊണ്ടാലും നമ്മളൊക്കെ ഒരു നല്ല സാമൂഹ്യ പ്രവർത്തകനായി മാറുമെന്നാണ് എനിക്ക് തോന്നിയത്. ഞാൻ ഈ പരിപാടി എന്റെ തീയതി അനുസരിച്ച് വെച്ചതാണ്. ഈ പരിപാടി ശിവദാസേട്ടൻ ആ രൂപത്തിൽ എന്നോട് ഡേറ്റ് ചോദിച്ചതാണ്. ആ ഡേറ്റ് ചോദിച്ച് എന്റെ സൗകര്യാർത്ഥം വെച്ച പരിപാടിയാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഒരു ദാരുണമായ അന്ത്യം എന്റെ നാട്ടിലുണ്ടായി. എന്റെ മലമ്പലത്തെ മണ്ഡലം സെക്രട്ടറി കൂടിയായ അദ്ദേഹം കോയമ്പത്തൂരും പാലക്കാടിനും ഇടയിൽ വെച്ച് ഒരു ആക്സിഡന്റിൽ മരിക്കുകയും ആ മരിച്ച ബോഡി കിട്ടാനൊക്കെ വലിയ പ്രയാസം അനുഭവിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ കുടുംബവും അദ്ദേഹത്തിന്റെ മക്കളുമൊക്കെ എന്റെ കൂടെ നിന്ന് കെട്ടിപ്പിടിച്ച് കരയുമ്പോൾ എനിക്ക് പാലക്കാട് പോവുകയും അത് ആ ബാക്കി കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുകയും ചെയ്യേണ്ടി വന്നു. അതുകൊണ്ടാണ് എനിക്ക് ഈ സന്ദർഭത്തിലൂടെ വരാൻ സാധിക്കാതിരുന്നത്. അതിൽ ഞാൻ നിങ്ങളോട് എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ്. സംഘാടകരോട് മാത്രമല്ല അവിടെ വന്ന മുഴുവൻ ആളുകളോടും ക്ഷമ ചോദിക്കുക. എനിക്ക് ഇനിയും ഒരു അവസരം കിട്ടിയാൽ ശിവദാസേട്ടൻ ഈ പരിപാടി ഇതിന്റെ ഭാഗമായി എന്നെ ക്ഷണിച്ചാൽ ആദ്യം ഏത് ചെറിയ പരിപാടിയാണെങ്കിലും ആര്യാടൻ ചോക്കത്ത് അവിടെ ഓടിയെത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. കാരണം എന്റെ പിതാവും ശിവദാസേട്ടനും തമ്മിലുള്ള ബന്ധം അത്രയും വലിയ ബന്ധമാണ്. അതുകൊണ്ട് ഇതിൽ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. എന്നോട് ഈ കാര്യത്തിൽ ക്ഷമിക്കണം. നമുക്ക് പ്രത്യേകിച്ചും ഒന്നിച്ച് വിളിക്കുന്നത് ശിവദാസേട്ടൻ, മറിച്ച് ഉമ്മൻചാണ്ടി സാറിന്റെ സ്മരണ, ഇത് രണ്ടും എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രാധാന്യമുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. ഉമ്മൻചാണ്ടി സാർ എന്ന് പറയുന്ന അത് ആ ഒരു വലിയ മനുഷ്യസ്നേഹിയുടെ ആ ഒളിമങ്ങാത്ത ഓർമ്മകൾക്ക് മുന്നിൽ ശിരസ് നമിച്ചുകൊണ്ട് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നമുക്ക് കാണാം. അടുത്ത പരിപാടിക്ക് എന്തായാലും ഞാൻ അവിടെ ഉണ്ടാകുമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.